ഈ ആരോഗ്യമന്ത്രിയെ കാരണം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയാണ്. ഡോക്ടർ ബി ജയരാജ്, ഈ ആരോഗ്യമന്ത്രി കാരണം കേരളം തലതാഴ്ത്തേണ്ടി വരികയാണ്. കോവിഡ് കാലത്ത് അന്ന് വീണ ജോർജ് ആയിരുന്നില്ല ആരോഗ്യമന്ത്രി. അന്ന് ഷൈല ടീച്ചർ ഇവർക്ക് നൽകിയ ആദരം അതറിയാവുന്നതാണല്ലോ, കേരളത്തിന് അറിയാവുന്നതാണ്. കേരളം മുഴുവൻ ആദരിച്ചതാണ് ഈ ആശാ വർക്കേഴ്സിനെ. ആ ആശാ വർക്കേഴ്സിനോടാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കടും കൈ കാണിക്കുന്നത്. ആട്ടിപ്പായിച്ചതാണ് ഇവരെ മന്ത്രിമന്ദിരത്തിൽ വന്നപ്പോൾ. ഡോക്ടർ ബി ജയരാജ്, ഒരു കാരണവശാലും മന്ത്രിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് എവിടെ നിന്നോ കുറെ കണക്കുകളുമായിട്ട് ഇന്ന് നിയമസഭയിലേക്ക് വരികയായിരുന്നു. അത് പൊളിച്ചടുക്കിയിട്ടുണ്ട് ആശാ വർക്കേഴ്സ്. ഈ CITU സമരം ചെയ്യുമ്പോൾ അത് CITU സമരമെന്നും ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനയില്ലാത്ത ആളുകൾ സമരം ചെയ്യുമ്പോൾ അതിനെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 9 വർഷമായിട്ട് രണ്ടാം ദിവസം മൂട്ടിലെ പൊടി തട്ടി വീട്ടിൽ പോകുന്ന ആളുകളാണ് CITUക്കാർ സമരം നടത്താൻ. എന്നിട്ട് രാഷ്ട്രീയ ചായ്വ് ഇല്ലാത്തവർ സമരം നടത്തുന്ന സമയത്ത് വന്ന് അത് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ പരിഹസിച്ച് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി CITUവിന്റെ മുതിർന്ന നേതാക്കൾ പോലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് CITUവിന്റെ നേതാക്കളെ ഉപയോഗിച്ച് CITUവിന്റെ കീഴിലുള്ള ആശാ വർക്കേഴ്സിനെ ഉപയോഗിച്ച് ഈ സമരം പൊളിക്കുവാനുള്ള അടുത്ത തന്ത്രങ്ങളുമായിട്ട് വരും. അതുകൊണ്ടാണ് CITU നടത്തിയ സമരം CITUവിന്റെ സമരം തന്നെയാണെന്ന് പറയുവാൻ കാരണം. അതുകൊണ്ട് മാത്രമല്ല, തികച്ചും ഈ സമരത്തിന്റെ രീതി ഗതിവിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ്. ഈ സമരത്തിന്റെ പ്രത്യേക രീതി, ആ സമര രീതി കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സുനിൽ കനകോലുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സുനിൽ കനകോലു എപ്പോഴും തന്റെ സന്തത സഹചാരികളോട് പറയാറുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? എലക്ഷൻ ജയിക്കുന്നത് വികാരങ്ങളാണ്, അല്ലാതെ ലോജിസ്റ്റിക്സ് അല്ല. അങ്ങനെ വികാരം ഇളക്കിവിടുന്ന ഡീൻ കുര്യാക്കോസ്, ഞങ്ങളുടെ ഡീൻ കുര്യാക്കോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എവിടെ നിന്നാണ് ഈ സമരം വരുന്നതെന്നും ആരാണിത് സ്പോൺസർ ചെയ്തതെന്നും. അതുപോലെയുള്ള SUCക്കാര് ജമാഅത്തെ ഇസ്ലാമിക്കാര് UDFന്റെ പിന്തുണയോടുകൂടിയാണ് ഈ സമരം വരുന്നത്. ഈ സമരം ഉണ്ടായിട്ടുള്ളത് ചർച്ചയ്ക്ക് ഒരു വശമതല്ല, സർക്കാരിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ സമരത്തിൽ ഇറങ്ങിയത്. 700 രൂപ ദിവസക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവർക്ക് ഓണറേറിയം അല്ലാതെ കൊടുക്കാൻ വകുപ്പില്ല. അവർ തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ അവരെ അങ്ങനെയല്ല അംഗീകരിച്ചിട്ടുള്ളത്. തൊഴിലവകാശങ്ങളുള്ള ഒരു സംഘടനയല്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഈ കഴിഞ്ഞ 2 ടേമായിട്ട് 7000 രൂപ വരെയാണ് ഓണററി. അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ഇതിനേക്കാൾ കൂടുതൽ ദിവസം ഹരിയാനയിൽ CITU സമരം ചെയ്തുവല്ലോ. അവിടുത്തെ BJP സർക്കാരിനെതിരെ ഓണറേറിയം കൂട്ടി നൽകണം, 21,000 രൂപയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് CPMന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ആശാ വർക്കേഴ്സിന് വേതനം കൂട്ടി നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം? ഹരിയാനയിലെ സമരം അന്ന് ഹരിയാന ഭരിക്കുന്നത് BJP-യാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP-യാണ്. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരമായിരുന്നു അത് എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ CITU നടത്തിയ സമരവും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരമാണ്. അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും CITUവിന്റെ നിലപാട് ഇത് തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് CITUവിന്റെ നിലപാട്. 21,000 രൂപ ആക്കണമെന്ന്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, തെലങ്കാനയിലും അത് തന്നെയാണ് അവരുടെ നിലപാട്, ആന്ധ്രാപ്രദേശിലും അത് തന്നെയാണ് അവരുടെ നിലപാട്. ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ 10,000 രൂപയായിട്ട് ഓണറേറിയം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യമുണ്ട് മഞ്ജുഷ്, ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 21,000 അല്ല 26,000 കൊടുക്കണമെന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് 21,000 രൂപ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 21,000 രൂപ മാത്രം കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ വാങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് CITU പറയുന്നത്. CITUവിന് അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു സമരത്തിന്റെ രീതിയുണ്ട്, ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ആ സമരത്തിന്റെ വ്യക്തതയുണ്ട്, ഈ സമരം നയിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഉദ്ദേശശുദ്ധിയുണ്ട്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ പറ്റൂ. അല്ലാതെ താങ്കൾ എന്ത് ഉദ്ദേശശുദ്ധിയാണ് പറയുന്നത്? ആശമാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഓരോ വീടുകൾക്കും പരിചിതരായ ആളുകളാണ്. അവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കേണ്ടത് തന്നെയാണ്. അവിടെ ഇരിക്കുന്നവരിൽ ഇപ്പോൾ അതിന്റെ കോർഡിനേറ്ററോ 1-2 പേരോ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ പോയി ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ CITUവിൽ തന്നെ ഓരോ യൂണിയനുകളിലും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആ ജോലി ചെയ്തിട്ടിരിക്കുന്നവരാണോ? അല്ലല്ലോ. അങ്ങനെ 1-2 ആളുകൾ മാത്രം അതിന്റെ കോർഡിനേറ്റേഴ്സ് ആയി ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ പോയി ഓരോ വീട്ടിലും പോയി ജോലി ചെയ്യുന്നവരാണ്. അവർ ജോലി മുടക്കുവാൻ പോലും ഇനി അങ്ങോട്ട് തയ്യാറാകും. CITUവിന്റെ നേതൃത്വത്തിൽ ഇനി സർക്കാരിന്റെ അടുത്ത പണി അതായിരിക്കും. ഈ അടുത്ത് തന്നെ അതിന് ചില ഉത്തരവുകളൊക്കെ കണ്ടുവല്ലോ. സമരം ചെയ്യാത്തവരല്ലല്ലോ CPMകാർ. ഈ സമരത്തോട് എന്താണ് ഇത്ര പുച്ഛം?
ഈ സമരത്തിന്റെ പുച്ഛം എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചുള്ള അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചുള്ള സംശയങ്ങൾ തന്നെയാണ്. എന്നാണ് ഈ ശിവദാസ് ഘോഷും കൃഷ്ണ ചക്രവർത്തിയെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടൊട്ടുക്ക് ചുവരെഴുതി നടന്ന ആളുകൾ ആശാവർക്കർമാരുടെ രക്ഷകരായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത്? എന്നു മുതലാണ് അവരുടെ ഹസ്ബൻഡ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയെയും രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്? അപ്പൊ ഇതിനകത്തൊക്കെ ഇന്ന ആളുകൾക്ക് സമരം ചെയ്യാമെന്നുള്ളോ? ഇന്ന ആളുകൾ തന്നെ കോർഡിനേറ്ററുമായി വരണം വരണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെയല്ല. ഇന്ന ആളുകൾ മാത്രമേ സംഘടിപ്പിക്കാവൂ എന്ന് പറയാൻ കഴിയില്ല. ഇതൊന്നുമില്ലാതെ പലതരത്തിലുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ളൂ. ടാർപ്പ് അഴിച്ചു കെട്ടിയത് വളരെ വികാരപരമായിട്ട് പറയുന്നല്ലോ. വഴി തടഞ്ഞെന്നും പറഞ്ഞിട്ട് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളിൽപ്പെട്ട ആളുകളെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. അന്ന് നമ്മൾ ഇതിനെതിരെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്താണല്ലോ. ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവർക്കെതിരെയും കേസ് പോയിട്ടുണ്ട്. മഞ്ജുഷിന് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് അഴിച്ചു മാറ്റിയത്. അതിപ്പം പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ സമരം ചെയ്യാൻ പാടില്ല, അങ്ങനെ അവരുടെ മാർഗതടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടുള്ള ഡയറക്ഷനുണ്ട്. ഹൈക്കോടതിന്റെ ഡയറക്ഷനുണ്ട്. ഞായറാഴ്ച കൊല്ലത്ത് CPM-ന്റെ റാലി നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. സംസ്ഥാന സമ്മേളനത്തിൽ റാലി നടക്കുമ്പോഴും ലക്ഷങ്ങളുടെ റാലി നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്ന് പോലീസ് അവിടെ പോയി പറയണം. നിങ്ങൾ ചിന്നക്കടയിൽ പോയി നോക്കൂ. ചിന്നക്കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഫ്ലെക്സ് ബോർഡുകളോ എന്തെങ്കിലും കൊടിതോരണങ്ങളോ അലങ്കരിച്ചിട്ടുണ്ടെന്ന്? സാധാരണ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണോ? അത് പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളത്, അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾ അപ്പാടെ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് റാലി തന്നെ നടത്തുന്നത്. റാലി എന്ന് പറഞ്ഞാൽ ഒരു മെഗാ റാലിയായിട്ടൊന്നും നടത്തുന്നില്ല. ചെറിയ ചെറിയ പ്രകടനങ്ങളായി വന്നു ചേരുന്നതാണ്. അല്ലാതെ സാധാരണ ജില്ലാ സമ്മേളനങ്ങളും. ശരി ഡോക്ടർ ബി ജയരാജ്. ഡോക്ടർ സോയ ജോസഫ് ഇവിടെ കനകുലുവിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് CPM ഉദ്ദേശിക്കുന്നത്?